BBC ഡോക്യുമെന്ററി വിവാദത്തിൽ ബ്രിട്ടനെതിരെ വിമർശനം കടുപ്പിച്ച ഇന്ത്യ ഡോക്യുമെന്ററി ഇറക്കുന്നതിലെ എതിർപ്പ് ബ്രിട്ടനെ അറിയിക്കും. സർക്കാരിനെ അപമാനിക്കാനുള്ള ശ്രമമെന്നും ഇന്ത്യ. വിവരങ്ങളുമായി ഭദ്ര ചേരുന്നു. ഭദ്ര, വിവാദത്തിൽ വിശദീകരണവുമായി BBC രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ എങ്ങനെ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്? വിജി, തീർച്ചയായും ഈ ഡോക്യുമെന്ററി, അതായത് ഇന്ത്യ മോദി ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം അടുത്ത ചൊവ്വാഴ്ച സംപ്രേഷണം ചെയ്യാൻ ഉറച്ചു തന്നെയാണ് BBC നിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഇപ്പോൾ നടപടി കടുപ്പിക്കുന്നത്. അതായത് എതിർപ്പ് അറിയിക്കാനിരിക്കുകയാണ് രാജ്യം. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് മോദിയെ മനഃപൂർവ്വം കരിവാരി തേക്കാനുള്ള ഒരു ശ്രമമാണ് BBCയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പ്രതികരണം ഇറക്കിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യം ഈ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് തങ്ങളുടെ പരാതി, അതായത് എതിർപ്പ് ബ്രിട്ടനെ അറിയിക്കും എന്ന തരത്തിലാണ് ഇന്ത്യ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. മാത്രമല്ല, സർക്കാരിനെ താറടിച്ച് കാണിക്കുന്ന ഈ ഒരു നിലപാട്, അതായത് G20 ഇനി അടുത്തത് ഇന്ത്യയിലാണ് G20 നടക്കാനിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ ആ ഒരു ഇതിലേക്ക് അപമാനിക്കാനുള്ള ഒരു ശ്രമമാണ് ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന തരത്തിലും ഇന്ത്യ ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ ചില കരാറുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി ഇറക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ബന്ധം വഷളാകാനും സാധ്യതയുണ്ട് എന്ന തരത്തിലും ഇന്ത്യ ഇപ്പോൾ ഒരു സൂചന നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ത്യ ഒരു ആശങ്ക കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിജി. അതായത് പാക് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ഇതിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ഒരു ആശങ്ക കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും BBC ആ ഒരു സംരക്ഷണം ചെയ്യും എന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് 2019 മോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മുസ്ലിംകൾക്ക് എതിരായിട്ടുള്ള ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തുറന്നു കാണിക്കുന്ന രീതിയിലാണ് അടുത്ത ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും മുസ്ലിം ജനതകളെ അവഹേളിക്കുന്ന തരത്തിൽ BJP അതായത് മോദിയുടെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അതെല്ലാം തന്നെ ഈ രണ്ടാം ഭാഗത്തിൽ ചിത്രീകരിക്കാൻ ഇടയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മറ്റൊന്ന്, BBCക്കെതിരെ പരാതിയുമായിട്ട് സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള വിനീത് ജിൻഡാൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഡൽഹി പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തത് രാജ്യത്തെ ജനങ്ങളാണ്. ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ത്യക്കുള്ളത്. അതിനെ തകർക്കാനുള്ള ശ്രമമാണ് BBCയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളെ ഹിന്ദു ജനതയ്ക്ക് എതിരായി വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് BBC ഈ ഡോക്യുമെന്ററി സംരക്ഷണം ചെയ്യും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രതികരണം. മറ്റൊന്ന്, ഇന്ത്യ, അതായത് 2002 കലാപം, ഗുജറാത്ത് കലാപമാണ് പ്രധാനമായും ഈ ഡോക്യുമെന്ററിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം BBC ഒരു ഡോക്യുമെന്ററി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഭിന്നിപ്പിലേക്ക്, അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു തോന്നലുണ്ടോ? അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഇതിനെ കാണുന്നുണ്ടോ? BBC എന്താണ് ഇതിന് വിശദീകരണം ഇപ്പോൾ നൽകുന്നത്? ഫിജി, തീർച്ചയായും BBC ന്യായീകരണവുമായിട്ടാണ് രംഗത്ത് വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം BBC ഒരു വിശദീകരണം നൽകിയത് ഇങ്ങനെയാണ്. ഈ ഡോക്യുമെന്ററി ഇറക്കുന്നത്, അതായത് ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നതിന് മുൻപ് BJP, VHP, RSS നേതാക്കളുമായും അതുപോലെ തന്നെ കലാപത്തിന് ഇരകളായവരും സാക്ഷികളായവരുമായിട്ടുള്ള ആളുകളുമായി ഒരു സംവാദത്തിൽ അവരുമായി അഭിപ്രായം ആരാഞ്ഞ ഒരു സന്ദർഭമുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡോക്യുമെന്ററി ചിത്രീകരണം തുടങ്ങിയത് എന്നായിരുന്നു. മാത്രമല്ല, ഇത് ചിത്രീകരിക്കുന്നതിന് മുൻപ് തന്നെ സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതികരണവും ലഭ്യമായിരുന്നില്ല. അതിൻ്റെ ഒരു തുടർ നടപടി എന്ന രീതിയിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് എന്നായിരുന്നു BBCയുടെ ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് BBC ഇപ്പോഴും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത. ഫിജി സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള, അതായത് ബ്രിട്ടനും അതുപോലെ ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം വഷളാകുന്ന തരത്തിലേക്ക് ഈ ഒരു ഡോക്യുമെന്ററി സംരക്ഷണം പോകുന്നുണ്ടോ എന്നുകൂടി ഈ നിമിഷങ്ങളിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു മുന്നറിയിപ്പാണ് G20
അടുത്ത വർഷം, അതായത് അടുത്ത G20 നടക്കാനിരിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ആ ഒരു G20യെ ഇന്ത്യ അവഹേളിക്കുന്നതിലൂടെ, അതായത് ഇന്ത്യയെ അപമാനിക്കാനുള്ള ഒരു ശ്രമമാണ് BBC ഈ ഒരു സംരക്ഷണത്തിലൂടെ നടത്തുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഫിജി. ശരി ഭദ്ര.